ഡിമാൻഡിൻ്റെ ഇലാസ്തികത നിർണ്ണയിക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ഇലാസ്തികത കണ്ടുപിടിക്കുമ്പോൾ പ്രൈസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റിലേഷനാണ് നോക്കുക. ഒരു സാധനത്തിൻ്റെ വിലയും അതിൻ്റെ ചെലവും തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ടാണ് ഇലാസ്തികത നിർണ്ണയിക്കുക. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ്, പ്രൈസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ബന്ധം നെഗറ്റീവ് ആണെങ്കിൽ, ഓപ്പോസിറ്റ് റിലേഷൻ ആണെങ്കിൽ ഇലാസ്തികത എബവ് 1 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി വില കൂടിയാലും കുറഞ്ഞാലും, പ്രൈസ് ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും എക്സ്പെൻഡിച്ചറിൽ യാതൊരുവിധ മാറ്റവും ഇല്ല എങ്കിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. തേർഡ്, പ്രൈസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റിലേഷൻ പോസിറ്റീവ് ആണെങ്കിൽ, അതായത് പ്രൈസ് കൂടുമ്പോൾ എക്സ്പെൻഡിച്ചറും കൂടും, പ്രൈസ് കുറയുമ്പോൾ എക്സ്പെൻഡിച്ചറും കുറയും. അങ്ങനെയാണ് റിലേഷൻ എങ്കിൽ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഈ 3 പോയിൻറ്റ്സ് ഓർത്ത് വെക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ പ്രൈസും സെക്കൻഡ് കോളത്തിൽ ക്വാണ്ടിറ്റിയുമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് കോളത്തിൽ എക്സ്പെൻഡിച്ചർ കാണാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ ലഭിക്കും. ഓക്കെ, ഇലാസ്തികത കാണുമ്പോൾ നമ്മളിവിടെ പരിഗണിക്കുക പ്രൈസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള കോളം മാത്രം നോക്കുക. ഓക്കെ, ഫസ്റ്റ് നോക്കി, പ്രൈസ് 11 നിന്ന് 12 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചറിൻ്റെ കോളം നോക്കുക. എക്സ്പെൻഡിച്ചർ 66 നിന്ന് 60 ആയിട്ട് ഡിക്രീസ് ചെയ്തു. അത് ഫസ്റ്റ് പ്രൈസ് 11 നിന്ന് 12 ആയിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ എക്സ്പെൻഡിച്ചർ 66 നിന്ന് 60 ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഇവിടെ പ്രൈസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റിലേഷൻ നെഗറ്റീവാണ്, ഓപ്പോസിറ്റ് റിലേഷനാണ്. പ്രൈസ് കൂടുമ്പോൾ എക്സ്പെൻഡിച്ചർ കുറയരുത്. അതുകൊണ്ട് ഇലാസ്തികത ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും, ഓർ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഇനി അടുത്ത നോക്കി, പ്രൈസ് 12 നിന്ന് 50 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എക്സ്പെൻഡിച്ചർ കോളത്തിൽ നോക്കി, പ്രൈസ് 12 നേരെയുള്ള 60 ആണ്, പ്രൈസ് 50 നേരെയുള്ള എക്സ്പെൻഡിച്ചർ 60 ആണ്. 60 തന്നെ അല്ലേ, എക്സ്പെൻഡിച്ചർ മാറുന്നില്ല, ചിലവ് മാറുന്നില്ല. അതായത് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും, ഇവിടെ എക്സാമ്പിൾ പ്രകാരം പ്രൈസ് ഇൻക്രീസ് ചെയ്തു, 12 നിന്ന് 50 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോഴും എക്സ്പെൻഡിച്ചർ 60 തന്നെ, മാറുന്നേ ഇല്ല. അതുകൊണ്ട് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ഇലാസ്റ്റിസിറ്റി യൂണിറ്ററി ആണ് എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് നോക്കി, പ്രൈസ് 50, പ്രൈസിൻ്റെ കൂടെ നോക്കുക, 50 നിന്ന് 21 ആയിട്ട് ഇൻക്രീസ് ചെയ്തു, 15 നിന്ന് 21 ആയിട്ട് വർദ്ധിച്ചു. എക്സ്പെൻഡിച്ചറിൻ്റെ കൂടെ നോക്കി, 60 നിന്ന് 63 ആയിട്ട് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു, 60 നിന്ന് 63 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് പ്രൈസ് വർദ്ധിച്ചു, എക്സ്പെൻഡിച്ചറും വർദ്ധിച്ചു. രണ്ടും തമ്മിലുള്ള റിലേഷൻ, പ്രൈസും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റിലേഷൻ പോസിറ്റീവാണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 എന്ന് വെച്ചാൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, കുറഞ്ഞ ഇലാസ്തിക ഡിമാൻഡ്, ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ഇലാസ്തികത നിർണ്ണയിക്കുന്നത്. ഓക്കെ.